അങ്ങനെ ഈസ്റ്ററിന് നോമ്പ് തുടങ്ങി. ഞങ്ങൾ രാവിലെ 6 മണിക്കത്തെ കുർബാനയ്ക്ക് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ പിള്ളേരെയൊക്കെ വിളിച്ചെണീപ്പിച്ച് ഞങ്ങൾ റെഡിയായതാണ്. ചെറുതിനെ പക്ഷേ ഞങ്ങൾ കൊണ്ടുപോയില്ല കേട്ടോ. അവൻ ആ സമയം ഇപ്പോൾ കരച്ചിലൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അവനെ വീട്ടിൽ കിടത്തിയിട്ടാണ് കേട്ടോ പോയത്. അമ്മയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ പള്ളി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ വരുന്നത്. അങ്ങനെ അവനെയുമായിട്ട് ഞാൻ പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് നടന്നപ്പോൾ പിന്നെ എടുക്കാനൊക്കെ പറഞ്ഞായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുരിശക്കിട്ട് വന്നിരുന്നു കേട്ടോ. പള്ളിയുടെ അകത്തിരിക്കാമെന്ന് പ്ലാൻ ചെയ്താണ് നമ്മളിവിടെ നിന്ന് പോയത്. അമ്മയുടെ ഈ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ പിന്നെ അമ്മ അകത്തിരുന്നില്ല കേട്ടോ. ഞങ്ങളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നേ. പിന്നെ അവരവിടെ ഓടിക്കളിയും ബഹളങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് രണ്ടാമത്തെ കുർബാനയ്ക്ക് മെത്രാൻ എത്തിയത്. അങ്ങനെ നമ്മൾ മെത്രാൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകുന്നായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യത്തെ കുർബാനയ്ക്ക് പോയത് ഇത് കഴിഞ്ഞ് നമുക്ക് വർക്കിനും കൊച്ചിനും സ്കൂളിലൊക്കെ പോകാനുണ്ടായത് കൊണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ നിന്ന് കരി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്ന് നമ്മൾ ഫ്രണ്ടിൽ കുരിശൊക്കെ വരച്ചിട്ട് ആ ഡേ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി 50 ദിവസം നമ്മൾ നൊയമ്പിലാണ്. ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.